നമുക്കൊരു ട്യൂലിപ്പ് ബൊക്കെ ഉണ്ടാക്കിയാലോ? ഇതിനായി ഞാൻ പിസ്ത ഷെല്ലും ടൂത്ത് പിക്കും എടുത്തിട്ടുണ്ട്. ടൂത്ത് പിക്കിലേക്ക് പിസ്താന്റെ ഓരോ ഷെല്ലും ഇതളുകളായി വെച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനായി ഞാൻ ഉപയോഗിക്കുന്നത് ഗ്ലൂ ഗണ്ണാണ്. എന്നാലേ അത് നന്നായി സ്റ്റിക്കായി നിൽക്കുള്ളൂ. വെച്ചു കൊടുക്കുന്ന രീതി വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ ഞാൻ ഒരു 10 എണ്ണോളം ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി പെയിന്റ് ചെയ്ത് കൊടുക്കലാണ്. ഞാൻ കളർ മിക്സ് ചെയ്ത് ഒരു 4 ഷെയ്ഡോളം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഷെയ്ഡ് വെച്ചാണ് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ താഴെ ഭാഗത്തും കോർണർ ഭാഗത്തും ഡാർക്ക് കളർ കൊണ്ട് ഡീറ്റെയിലിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പർപ്പിൾ കളറിൽ തന്നെ ഡാർക്ക് കളറും പേസ്റ്റൽ കളറും എല്ലാം മിക്സ് ആക്കിയാണ് ഞാൻ ഓരോ ഫ്ലവേഴ്സിനും പെയിന്റ് ചെയ്ത് കൊടുത്തത്. ഫസ്റ്റ് ഞാൻ ഒരു പേസ്റ്റൽ കളർ ഉണ്ടാക്കി. പിന്നെ അതിലേക്ക് ഓരോ കളറും മിക്സാക്കി ഓരോ ഷെയ്ഡ് ഉണ്ടാക്കിയതാണ്. അങ്ങനെ എല്ലാം ഞാൻ പെയിന്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി തണ്ടിലേക്ക് ഗ്രീൻ കളർ കൂടി പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലീഫ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഗ്രീൻ കളർ പേപ്പർ എടുക്കുന്നുണ്ട്. അതിനിങ്ങനെ മടക്കി മടക്കി കൊടുത്തിട്ട് ലീഫിന്റെ ഷേപ്പിൽ മുറിച്ചെടുക്കുന്നുണ്ട്. ആ മടക്കിയ ഭാഗത്ത് നിന്ന് തന്നെ മാക്സിമം ലീഫ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കറക്റ്റ് 10 ലീഫ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോ ഫ്ലവറിനും ഓരോ ലീഫ് വീതം ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ നല്ല രസമില്ലേ കാണാന്? പേസ്റ്റൽ കളേഴ്സും ഡാർക്ക് കളേഴ്സും മിക്സ് ആയതുകൊണ്ട്. ഇനി ബൊക്കെ ആക്കാൻ എൻ്റെ കയ്യിൽ ഷീറ്റൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടാണ് ആക്കുന്നത്. അതിന് മുമ്പ് ഒന്ന് റിബൺ കൊണ്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട്. പിന്നെ ടിഷ്യൂ പേപ്പർ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് കുറച്ച് മുകളിലേക്കാക്കി കെട്ടിക്കൊടുത്ത് പിന്നെ ഒരു റിബൺ എടുത്ത് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഒരു ബൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയ ശേഷം എനിക്ക് ആഗ്രഹമായി ഒരു ബൊക്കെ കൂടി ഉണ്ടാക്കാന്ന്. അങ്ങനെ അഡ്ജസ്റ്റ് ആക്കി എടുത്തതാണ്. എങ്ങനെയുണ്ട് എൻ്റെ ട്യൂലിപ്പ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണേ. താങ്ക് യു.